എൻ്റെ പേര് മിനി സജി. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മരിങ്ങാട്ടുപള്ളിയിൽ നിന്നാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവിന് യാതൊരു രോഗവും ഇല്ലായിരുന്നു. പെട്ടെന്ന് തലയുടെ ഞരമ്പ് പൊട്ടി ബോധം പോയി. ഞങ്ങൾ അവിടെ അടുത്തുള്ള മരീൻ സെൻറ്ററിൽ ചെന്നു. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ന്യൂറോയുടെ ഡോക്ടർ ഇവിടെ ഇല്ല, നിങ്ങൾ പെട്ടെന്ന് ആംബുലൻസിൽ കാരിത്താസിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരിത്താസിൽ ചെന്നു. MRI ചെയ്തപ്പോൾ തലയുടെ 2 ഞരമ്പ് പൊട്ടി, തലയ്ക്കകത്ത് മുഴുവൻ ബ്ലഡാണെന്ന് പറഞ്ഞു. ട്യൂബ് ഇട്ട് വലിച്ചു കളയണം, ആൾ രക്ഷപ്പെടാൻ 95% സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ട് ഞാൻ പുറത്തിറങ്ങി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി, എനിക്കപ്പം 4 പിള്ളേരാണ്. മൂത്ത കൊച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ട്വിൻസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നെ കുഞ്ഞു കൊച്ച് LKG പഠിക്കുന്നു. അപ്പോൾ എൻ്റെ സങ്കടം കണ്ടുകൊണ്ട് ആ ചേച്ചി ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത കാശുരൂപ ഒരു ബന്ധിങ്ങത്തേലിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഭർത്താവിൻ്റെ കഴുത്തേലിടാൻ പറഞ്ഞു. ICUവിലായതുകൊണ്ട് എന്നെ കയറ്റി വിടത്തില്ലാത്തതുകൊണ്ട് സെക്യൂരിറ്റി ചേച്ചിയുടെ കൈ കൊടുത്തു. ചേച്ചി കൊണ്ടുപോയി ചേട്ടൻ്റെ കഴുത്തേലിട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ ഡോക്ടറെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ വേറൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചു, ആൾ രക്ഷപ്പെടും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ചേട്ടന് യാതൊരു കുഴപ്പവുമില്ലാതെ പഴയതിനേക്കാൾ മിടുക്കനായിട്ട് എൻ്റെ മാതാവ് എനിക്ക് തന്നു. അന്ന് ആ ചേച്ചി പറഞ്ഞു, കൃപാസനത്തിൽ വന്ന് ചേച്ചി എന്നോടും ചേട്ടനോടുകൂടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു കൊച്ചിന് നിരന്തരം പനിയായി. അവനപ്പടി മെലിഞ്ഞ കൊച്ചാണ്. അപ്പം അവന് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് പേടിച്ച് ESI ചെന്നു. ESI ചെന്നപ്പം ECG എടുത്തു. അതിൽ വേരിയേഷൻ ഉണ്ട്. ഏറ്റവും പെട്ടെന്ന് ഹാർട്ടിയോളജിയെ കാണിക്കാൻ പറഞ്ഞു. ഹാർട്ടിയോളജി എടുത്ത് ചെന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്കോ എടുക്കണം, നിങ്ങൾ ഡേറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. കൊച്ചിനെ കാശുരൂപവും ഇടിച്ച് തൈലമൊക്കെ തൂത്തു എക്കോ എടുത്തു. ആ എക്കോ നോർമലായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനെ പനിച്ചിട്ടില്ല. പിന്നെ 3ാമത്തെ സാക്ഷ്യം, എനിക്ക് ഞങ്ങളുടെ വീട് ഒത്തിരി പഴയ വീടായിരുന്നു, ഓടിട്ട വീടായതുകൊണ്ട് നനയുമായിരുന്നു. അപ്പം ഒരു ചെറിയ വീടെങ്കിലും വേണം, വാർക്ക വീട് വേണമെന്ന് ആഗ്രഹിച്ചു. 15 വർഷമായിട്ട് ആഗ്രഹിച്ചതാണ്. അപ്പം പല പ്രാവശ്യം വീടിൻ്റെ പണി തുടങ്ങാൻ ആഗ്രഹിക്കും, പക്ഷേ നടക്കുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പം ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുമായിരുന്നു, ഇവിടെ കൃപാസനത്തിൽ കോടികളുടെ ജപമാലയുടെ ആസ്തിയുണ്ട് എന്ന് അച്ഛൻ പറയുമായിരുന്നു. അതുപോലെ ഞാൻ ഓർക്കും, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ മാതാവിനറിയാം. ഉടമ്പടിയുടെ ശക്തി. ഞാൻ വീട് പണി തുടങ്ങി. 1650 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി, ടൈലിൻ്റെയും ഗ്രാനൈറ്റിൻ്റെ എല്ലാം പണി തീർത്തു തന്ന മാതാവ്. കൊച്ചിൻ്റെ ആദ്യ കുർബാന ഏപ്രിൽ 20-ാം തീയതി. അന്ന് വെഞ്ചിരിപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ ആസ്തിയിലാണ് വീട് പണി തുടങ്ങിയത്. പിന്നെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മാതാവ് എപ്പോഴും തരുന്നുണ്ട്. തൈലം വേദനകൾ വരുമ്പം തൈലം തൂത്തും കാശുരൂപം ഇട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗത്തിൽ നിന്നൊക്കെ മാറ്റം വരുന്നുണ്ട്. അത് ഉടമ്പടി എടുത്ത പിന്നെ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ മാതാവ് തന്നിട്ടില്ല. കൂടുതൽ പ്രാർത്ഥിക്കാനും മാതാവിനെ ഈശോയും കൂടുതൽ സ്നേഹിക്കാനും അവസരം തന്ന തിരുക്കുമാരനും മാതാവിനും നന്ദി പറയുന്നു. കൂടുതൽ ദിവസങ്ങളിൽ പള്ളിയിൽ പോവാനും ഉപവാസം എടുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, മറ്റുള്ളവർക്ക് രോഗമാണ്, അടുത്തുള്ളവർക്ക് രോഗമാണെന്ന് പറയുമ്പോൾ തൈലം കൊണ്ടുപോയി തൂക്കുവാനും കൂടുതൽ കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഉടമ്പടി സഹായിച്ചിട്ടുണ്ട്. കർത്താവിനെ